തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. കൌൺസിലർ ആർ. സുഗതൻ വധശ്രമക്കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ചതോടെ കാപ്പ കേസിൽ ഇളവ് തേടി ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ തിരിച്ചടി കിട്ടിയ ഒരു വാർത്തയായിരുന്നു ഇന്നലെ സുഗതന്റെ ജാമ്യം എന്ന് പറയുന്നത്. രണ്ട് കേസിലും ഒരുപോലെ ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഇടതുപക്ഷവും വലതുപക്ഷവും പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ സുഗതന് ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. പക്ഷേ ആ ഒരു കടമ്പ സുഗതൻ കടന്നു. സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാമെന്നുള്ള തരത്തിലേക്കും കാര്യങ്ങൾ മാറി. പക്ഷേ ഇനി ഒരു കടമ്പ കൂടി സുഗതൻ കടക്കാനുണ്ട്. ആ കടമ്പയാണ് ഹൈക്കോടതിയിൽ ഈ കാപ്പ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയും സുഗതന് ആ ഒരു കാര്യത്തിൽ ഇളവ് ലഭിക്കുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായാലും സുഗതനും ബി.ജെ.പിയും ഹൈക്കോടതിയെ സമീപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. എന്തായാലും ഈ രണ്ട് കേസിലും ജാമ്യം ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയത് കൊണ്ട് തന്നെയും ഈ പറയുന്ന ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ബി.ജെ.പി നിലവിൽ പ്രതീക്ഷിക്കുന്നത് തന്നെയും. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും സുഗതന് ഇളവ് ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സുഗതൻ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. അവിടെയും ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും നെഞ്ചിടിപ്പ് കൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. എന്തായാലും ഈ ഒരു കാര്യത്തോട് ഈ ജാമ്യം ലഭിച്ചതിനോടും ഇനിയുള്ള കാര്യങ്ങളിലേക്കും ബി.ജെ.പി പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയ കളികൾക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. കാപ്പ കേസിലും സുഗതന് ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും കോടതിയിൽ തന്നെയാണ് വിശ്വാസം അർപ്പിക്കേണ്ടതെന്ന് പറയുന്നത്. കോടതി തന്നെയാണ് എല്ലാ അർത്ഥത്തിലും വലുതെന്ന് പറയുന്നത്. അപ്പോൾ ആ കോടതിയിൽ നിന്നുള്ള വിധി, അത് ഇന്നലെ വന്ന ജാമ്യവും ഇനി ഇപ്പോൾ കാപ്പ കേസിൽ വരാൻ പോകുന്ന വിധി എന്താണ് എന്നുള്ളത് ബി.ജെ.പി പ്രതീക്ഷ വയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത് സുഗതന് അവിടെ നിന്നും അനുകൂല വിധി ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമെന്നാണ്. അതായത് ഈ കാപ്പ കേസിന്റെ കാര്യം തന്നെ ബി.ജെ.പി പച്ചയ്ക്ക് തുറന്നടിച്ച ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് നിയമിച്ചവർ ആ ഒരു ഭരണസമിതി അതിൽ നിന്നും ഒരിക്കലും ഒരു അനുകൂല നിലപാട് ബി.ജെ.പിക്ക് അനുകൂലമായോ സുഗതന് അനുകൂലമായോ ഉണ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറത്തില്ല എന്നുള്ളത് അവർ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോഴും ബി.ജെ.പി തുറന്നു പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് കോടതിയിലാണ്, കോടതിയിൽ നിന്നുള്ള വിധിയിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് എന്നുള്ളത് ബി.ജെ.പി അപ്പോഴും തുറന്നു പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. കോടതിയിൽ നിന്നും സുഗതന് അനുകൂലമായിട്ടുള്ള വിധി വന്നിരിക്കുന്നു. ജാമ്യം കിട്ടുന്ന തരത്തിൽ ഇടക്കാല ജാമ്യം എന്നുള്ള തരത്തിലാണെങ്കിൽ തന്നെയും ഒരു അനുകൂല വിധി ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോഴും ഹൈക്കോടതിയിൽ ഈ ഒരു കാപ്പ കേസിന്റെ ആ ഒരു ഇളവ് സംബന്ധിച്ച് എന്തായിരിക്കും വരാൻ പോകുന്ന ആ ഒരു വിധി, അതിലും തീർച്ചയായിട്ടും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹൈക്കോടതിയിൽ നിന്നും സുഗതന് അനുകൂല ഘടകമായിട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സുഗതനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യവും, അതേസമയം ഇടതുപക്ഷം വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഭിച്ച തിരിച്ചടിയെക്കാട്ടിലും വലിയൊരു തിരിച്ചടിയായിട്ട് കാര്യങ്ങൾ വീണ്ടും മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബി.ജെ.പിയെ ഇപ്പോൾ പിടിച്ച് താഴെ ഇറക്കി കളയാം അല്ലെങ്കിൽ ഭരണത്തിൽ നിന്നും ബി.ജെ.പി അട്ടിമറിച്ച് കളയാം എന്നുള്ള വ്യാമോഹങ്ങൾ അത് ഇടത് വലത് മുന്നണികളെ പോലെ തന്നെ മാപ്രകൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. അതിൽ തന്നെ ഇന്നത്തെ വിധിയിൽ മാപ്രകളുടെ ഒരു കരച്ചിൽ കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതോടൊപ്പം തന്നെയാണ് സുഗതന്റെ ഇനി വരാൻ പോകുന്ന ഹൈക്കോടതി തീരുമാനം എന്താകുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ കൂടി സുഗതന് അനുകൂല ഘടകമായിട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൊട്ടിക്കരച്ചിലായിരിക്കും ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും മാപ്രകളുടെ ഭാഗത്തു നിന്നും വീണ്ടും വരാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ സുഗതന് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഘടകമായിട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ സുഗതൻ കോർപ്പറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും പല രീതിയിലുള്ള നാടകങ്ങൾ അതിനുള്ളിൽ അരങ്ങേറാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികൾ, അവരുടെ പ്രവർത്തകർ, അവരുടെ കൗൺസിലർമാർ ഉൾപ്പെടെ പലരും ഈ പറയുന്ന തോതിൽ സുഗതന്റെ വരവിനെ തടയാൻ വേണ്ടിയിട്ടുള്ള പല കലാപരിപാടികളും കോർപ്പറേഷനിൽ അരങ്ങേറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു കോർപ്പറേഷൻ അരങ്ങേറിയ ഓരോ സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെയുള്ള ഒരു നാടകം അരങ്ങേറാനായിട്ട് സുഗതൻ ഇനി ഈ പറയുന്ന തോതിൽ ഹൈക്കോടതിയിൽ നിന്നുകൂടി ഇളവ് ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ സുഗതന്റെ ആ ഒരു വരവ് തടയാനായിട്ട് ഈ പറയുന്ന തോതിൽ ഇടതും വലതും ഒരുപോലെ പ്രയത്നിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർക്ക് വേണ്ടതെന്ന് പറയുന്നത് എന്താണ്? നിലവിലത്തെ സംഘി ഭരണം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അതോടൊപ്പം തന്നെ അവർക്ക് ആ കസേരയിൽ കയറിയിരിക്കണം. പക്ഷേ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നുള്ളത് 100% അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വി രാജേഷ് ഉൾപ്പെടെ ഇന്നലത്തെ സുഗതന്റെ ആ ഒരു വിധി വന്നതിന് പിന്നാലെ പോലും തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയോ നടക്കാത്ത കുറേയധികം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നടക്കുന്ന ഇടത് വലത് തീർച്ചയായിട്ടും റിയാലിറ്റി എന്താണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മടിയോടുകൂടി ഇപ്പോഴും എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾ മേയറുടെ ഈ ഒരു ഭരണത്തിൽ തൃപ്തരാണ് എന്നുള്ളത്. പക്ഷേ മേയർ അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, മേയർ അവിടുത്തെ ഗുണ്ടയാണ്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇടത് വലത് മുന്നണികളുടെ അങ്ങോട്ടുള്ള അക്രമാസക്തമായിട്ടുള്ള ഓരോരോരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോരോരോ പൊറാട്ട് നാടകങ്ങൾ. എന്തായാലും ഇതിനെല്ലാത്തിനും ഉപരി ഇനിയിപ്പോൾ സുഗതന് കൂടി കോർപ്പറേഷനിലേക്ക് തിരിച്ചു വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ
അത് എല്ലാ തരത്തിലും വലിയ തോതിലുള്ള ഒരു ഇരുട്ടടി എന്നുള്ള തരത്തിലേക്ക് ഇടത് വലത് മുന്നണികൾക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% അടിവരയിട്ട് പറയാൻ സാധിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ. എന്തായാലും ഇടത് വലത് മുന്നണികൾ ഇനിയിപ്പോൾ സുഗതൻ കോർപ്പറേഷനിലേക്ക് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ തന്നെ പല രീതിയിലുള്ള പൊറാട്ട് നാടകങ്ങൾ അപ്പോഴും അരങ്ങേറാനായിട്ടുള്ള അല്ലെങ്കിൽ അതൊക്കെ തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഇടത് വലത് മുന്നണികളുടെ പല നാടകങ്ങളും കോർപ്പറേഷനകത്തും കോർപ്പറേഷന് പുറത്തും BJPക്കെതിരെയും സുഗതനെതിരെയും മേയർ VV രാജേഷിനെതിരെയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും അവർ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അവരുടെ ഈ ഒരു നാടക രീതികളൊക്കെ തന്നെയും ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ബോധം അവർക്കില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എന്തായാലും ജനവിധി എന്താണെന്നുള്ളത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഇടത് വലത് മുന്നണികൾക്കുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ്. അതിനുള്ള മറുപടിയും ജനങ്ങൾ തന്നെ കൊടുക്കും അവർക്കെന്ന കാര്യത്തിലും സംശയമില്ല.